സംസ്ഥാനത്ത് ഈ മഴ 4 ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വയനാട് ജില്ലയിൽ മാത്രം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി കഴിഞ്ഞു. ദീപക് തർമ്മടം വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾക്ക്. എന്തൊക്കെ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ 10 ജില്ലകളിൽ ഈ ഓറഞ്ച് അലർട്ട്, അതുപോലെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മത്സ്യബന്ധനത്തിന് പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. കാരണം കേരള ബംഗാൾ തീരത്ത് വലിയ രീതിയിലുള്ള പാത്തി രൂപപ്പെടുന്നു. മാത്രമല്ല കള്ളക്കടലിൻ്റെ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും മത്സ്യബന്ധനത്തിന് പോകരുത്, അത് അപകടകരമാണ്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിൻ്റെ സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. അത്തരം പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ കനത്ത ജാഗ്രത അനിവാര്യമാണ്. കോഴിക്കോട്, മലബാറിൽ പൊതുവേ മഴ ശക്തമാണ്. പക്ഷേ ഇപ്പോൾ കോഴിക്കോട് ഒരു മഴയ്ക്ക് ഒരു ഇടവേള തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുടയില്ലാതെ ലൈവിൽ നിൽക്കുന്നത് എസ് കെ. പക്ഷേ എന്നാൽ മലയോര മേഖലയിൽ കോഴിക്കോട് ഇപ്പോഴും മഴ കനത്തു പെയ്യുകയാണ്. നഗരത്തിൽ മാത്രമാണ് മഴയ്ക്കൊരു ഇടവേള ഉണ്ടായത്. ഈ മലയോര മേഖലയിലാണെങ്കിൽ പലയിടത്തും മണ്ണിടിച്ചിലിൻ്റെ സാധ്യത കാണുന്നുമുണ്ട്. കാരണം പലയിടങ്ങളിലും വെള്ളം ഉയർന്നു പൊങ്ങുകയാണ്. മാവൂർ ഭാഗത്തൊക്കെ കൃഷി പൂർണ്ണമായും നശിച്ച നിലയിലാണ്. വാഴകൃഷിയൊക്കെ പൂർണ്ണമായും നശിച്ച നിലയിലാണ്. കാരണം സാധാരണ മഴക്കാലത്ത് അവിടെ വെള്ളം ഉയരുന്നതാണ്. പക്ഷേ എന്നാൽ ഈ പ്രാവശ്യം മുൻപ് പ്രളയകാലത്തിന് മുന്നോടിയായി ഉണ്ടായതുപോലെയുള്ള ഒരു വെള്ളക്കയറ്റമാണ് ഉണ്ടാകുന്നത്. ഈ മഴപ്പെയ്ത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കയറ്റം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പോലും ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. കാരണം ഇനിയും മഴ ശക്തമായി തുടർന്നാൽ പല സ്ഥലത്തും ജലനിരപ്പ് ഉയരും. പ്രത്യേകിച്ചും ഈ ചാലിയാറിൻ്റെ ജലനിരപ്പ് ഉയർന്നാൽ, കനോലി കനാലിൻ്റെ ജലനിരപ്പ് ഉയർന്നാൽ അത് നഗരത്തെ പൂർണ്ണമായി ബാധിക്കും, കല്ലായി പ്രദേശത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പും നടത്തിയിരിക്കുന്നു. ഈ 14 ജില്ലകളിലും മഴയുണ്ട് എന്നുള്ളതുകൊണ്ട്, മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതുകൊണ്ട് ജാഗ്രതയുണ്ട്. വയനാട് ജില്ലയിൽ മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി അനുവദിച്ചിരിക്കുന്നത് എസ് കെ. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടാണ് വിവരങ്ങൾ നൽകിയത്.